ഇപ്പം ഖത്തറും ഹമാസിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഇനി ഹമാസ് എന്ത് ചെയ്യും? അല്ല, ഖത്തർ അങ്ങനെ സ്വമേധയാ പറഞ്ഞൊന്നുമല്ല. ട്രംപിൻ്റെ കഴിഞ്ഞ 8-ാം തീയതി നവംബർ 8-ാം തീയതി അമേരിക്ക ആവശ്യപ്പെട്ടു. അതായത് ഞങ്ങളുടെ സഖ്യകക്ഷികളായിട്ടുള്ള രാജ്യങ്ങൾ ഹമാസിനെ ഒരു തരത്തിലും സഹായിക്കാൻ പാടില്ല. അങ്ങനെ വളരെ കൃത്യമായി അമേരിക്ക പറഞ്ഞു. അമേരിക്ക പറയാൻ കാരണം ഈ ഞങ്ങളുടെ പൗരന്മാരുൾപ്പെടെ ഈ ഹോസ്റ്റേജസ് ബന്ദികളായി പിടിച്ചിരിക്കുന്നവരിൽ 6 അമേരിക്കക്കാരുണ്ട്. അവരെ ഉൾപ്പെടെ വിട്ടുകിട്ടണമെന്നുള്ള ചർച്ച പലതവണ നടത്തിയിട്ടും ഹമാസ് അതിനോട് പ്രതികരിച്ചിട്ടില്ല, അനുകൂലമായ നിലപാടെടുത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സഖ്യകക്ഷിയായ ഖത്തർ ഇനി ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് മാത്രമല്ല, ഞങ്ങളുടെ സഖ്യകക്ഷത്തിലുള്ള ഒരു രാജ്യവും ഇനി ഹമാസിന് ഓഫീസ് തുറക്കാനും അവരെ പ്രവർത്തിക്കാനും അനുവദിക്കാൻ പാടില്ലെന്ന് അമേരിക്ക പറഞ്ഞപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഖത്തർ പറഞ്ഞ് നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞു. ചില പോളിറ്റ് ബ്യൂറോ മെമ്പർമാരൊക്കെ അവിടെയായിരുന്നു ഹമാസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അവർ ഒഴിയേണ്ടതാണ്. അവർ ഒഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒഴിഞ്ഞിട്ട് അവർ പോയിരിക്കുന്നത് തുർക്കിയിലാണ്, എർദോഗൻ്റെ തുർക്കി. എർദോഗൻ ഇപ്പം പഴയ ഖലീഫേറ്റ് ഉണ്ടാക്കാൻ, ഖിലാഫത്ത് സമരം പോലും ഉണ്ടായത് തുർക്കിയിലെ ഖലീഫയെ അട്ടിമറിച്ചതിനാണല്ലോ. പാവം മലബാറിലെ ഹിന്ദുക്കളെ മുഴുവൻ വെട്ടിക്കൊന്ന് കണക്ട് ചെയ്തത്. അപ്പോൾ ആ അന്നത്തെ വീണ്ടും ഖലീഫേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് എർദോഗൻ. ചില പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് അങ്കാറയാണ് തുർക്കിയുടെ തലസ്ഥാനം. ഇസ്താംബൂൾ കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമാണ് അങ്കാറ. അപ്പോൾ ഇസ്താംബൂളാണ് ഏറ്റവും വലിയ സിറ്റി തുർക്കിയിലെ. പക്ഷേ രണ്ടാമത്തെ സിറ്റിയായ അങ്കാറയാണ് തലസ്ഥാനം. അങ്കാറയിൽ ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ടല്ല ഈ എർദോഗൻ ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ചിത്രം കാണിക്കാം. അതിനകത്ത് എർദോഗൻ ഇങ്ങനെ നടുക്കിരിക്കുന്നു, 2 വശത്തും വരിവരിയായി കുറേ കസേരകൾ, അതിൽ കുറേ ടൈയൊക്കെ കെട്ടിയ കോട്ടൊക്കെ ഇട്ട കുറേ ആശന്മാരിരിക്കുന്നു. അത് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരാളെ കാണാം, ഇസ്മയിൽ ഹനിയ ഉണ്ട് അതിനകത്ത്. അതായത് ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് മുമ്പൊരിക്കൽ ഇതുപോലെ ആതിഥ്യം കൊടുത്ത് അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ആര്? എർദോഗൻ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ, നേരത്തെയൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആൾ ഒരു പ്രധാനപ്പെട്ട സീറ്റിലേക്ക് റൗണ്ട് ടേബിൾ, വട്ടമേശയൊക്കെ ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. പഴയ സിനിമകളിലൊക്കെ ഉണ്ട്, മഹാരാജാവ് ഇങ്ങനെ ഇരിക്കുന്നു, ചുറ്റും 2 വരിയായിട്ട് മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന പോലെ എർദോഗൻ സുൽത്താൻ അദ്ദേഹം ഇരിക്കുന്നു, 2 വശത്ത് വരിയായിട്ട് ആയിരിക്കുന്നു ഈ ഹമാസിൻ്റെ ഭീകരന്മാരിരിക്കുന്നു. അങ്ങനെ ചർച്ച നടത്തുന്ന ചിത്രം ഇതിനകത്തുണ്ട്. അപ്പോൾ എർദോഗന് എക്കാലത്തും ഒരു മമതയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ സൗദി ആണല്ലോ ഇപ്പോൾ ആഗോള മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അതിനുവേണ്ടി അതിനോട് മത്സരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇത് രണ്ടിനെയും പറ്റിയിട്ട് ഞാനാണ് ആഗോള ഇസ്ലാമിൻ്റെ സുൽത്താൻ, ഞാനാണ് ഖലീഫ എന്ന് ഭാവിക്കാനിരിക്കുന്ന ആളാണ് എർദോഗൻ. അപ്പം 3 കൂട്ടർക്ക് ഈ സിംഹാസനം, ഇസ്ലാമിക ലോകത്തിൻ്റെ സിംഹാസനം വേണം. അപ്പോൾ എർദോഗൻ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ്. അതിനെ ഒന്ന് ഹോസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഖത്തറിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. ഖത്തർ വിട്ട പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ ഇപ്പോൾ അങ്കാറയിൽ എർദോഗൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം നമുക്ക് എർദോഗനത്തെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുമായി സഖ്യത്തിലുള്ള ഒരു രാജ്യവും ഹമാസിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം പോലെ കണക്കാക്കേണ്ടി വരും. ഞങ്ങളോടുള്ള ഹമാസിൻ്റെ സമീപനം മോശമാണ്, ഞങ്ങളുടെ പൗരന്മാരെ കൊല്ലുന്നു, ഞങ്ങളുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളെ ഉപദ്രവിക്കുന്നു, ഞങ്ങളുടെ പൗരന്മാരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒരാളും സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കെ തുർക്കി സ്വീകരിച്ചിരിക്കുന്നു. അതിനൊരു വലിയ മാനമുണ്ട്. കാരണം അമേരിക്കയുടെ നാറ്റോ സഖ്യമുണ്ടല്ലോ, നാറ്റോ സഖ്യത്തിലെ മെമ്പറാണ് ആര്? തുർക്കി. അപ്പോൾ ഒരു പ്രശ്നമാണ്. അപ്പോൾ തുർക്കിയുടെ നാറ്റോ സഖ്യത്തിൽ മെമ്പറായി കഴിഞ്ഞാൽ അതിലെ അംഗരാജ്യങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അമേരിക്ക ഇടപെടും, അമേരിക്ക സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രംപ് വരികയാണേ, ട്രംപ് ഇപ്പോൾ ഈ ഉക്രൈൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ബൈഡൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ കൊടുക്കാനല്ല, നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ F-16 വിമാനങ്ങൾ, F സീരീസിലുള്ള വിമാനങ്ങൾ, അത് മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ വേണം. മേടിച്ച് വെച്ചാൽ പോലും അമേരിക്ക സമ്മതിച്ചാലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ദീർഘദൂര മിസൈലുകൾ ഉക്രൈന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതെടുത്ത് കുർസക് എന്ന് പറയുന്ന ഉക്രൈൻ പിടിച്ചെടുത്ത റഷ്യൻ മേഖല, അവിടെ 50,000-ഓളം പട്ടാളക്കാരെ, കൊറിയക്കാരും
റഷ്യക്കാരും ഉൾപ്പെടെയുള്ള 50,000-ഓളം ഭടന്മാരെ ഇറക്കി അത് തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ആര്? റഷ്യ. പുടിൻ. ആ. അപ്പോൾ അതിന് അവിടേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചോളാൻ ബൈഡൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ബൈഡൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബൈഡൻ ഇപ്പോൾ പൂർണ്ണ തോതിൽ പ്രസിഡന്റ് ആണെങ്കിലും നയപരമായ തീരുമാനങ്ങൾ അങ്ങനെ എടുക്കാൻ പാടില്ലാത്തതാണ്. ഒരു മര്യാദ ഇതാണ്. കാരണം പുതിയ പ്രസിഡന്റ് വന്നു, അയാളുടെ നയം, പ്രത്യേകിച്ച് ട്രംപിൻ്റെ നയം എന്ന് പറയുന്നത് ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എന്തിന് നമ്മൾ പണം കൊടുക്കുന്നു, എന്തിന് നമ്മൾ ആയുധം കൊടുക്കുന്നു, നമുക്കെന്ത് ഗുണം എന്നാണ്. ഈ നാറ്റോയുടെ കാര്യത്തിലും ട്രംപിൻ്റെ നയം അതാണ്. നമ്മളിവരെയൊക്കെ സഹായിക്കുന്നു, ഒരു പ്രശ്നമുണ്ടായി ഇവർക്ക് നമ്മൾ ആയുധം കൊടുക്കും, കാശ് കൊടുക്കും, നമുക്കെന്താ കിട്ടുന്നുണ്ട്? ട്രംപ് മുമ്പൊരിക്കൽ ചോദിച്ചു, നിങ്ങളൊരു LIC പോളിസി എടുക്കുകയാണെങ്കിൽ പ്രീമിയം അടക്കണ്ടേ? അതെ. ഇപ്പോൾ ഏകപക്ഷീയമായ അമേരിക്കക്കാരൻ്റെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ഇങ്ങനെ കൊടുക്കുകയാണ്. ആ പരിപാടി വേണ്ട എന്നുള്ള പോളിസിക്കാരനാണ് ആര്? ട്രംപ്. അത് അറിയാവുന്നതുകൊണ്ടാണ് ട്രംപ് വരുന്നതിന് മുമ്പ് ബൈഡൻ ഈ പറഞ്ഞതുപോലെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ, റഷ്യയുടെ മണ്ണിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെലൻസ്കിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കോൺസിക്വൻസ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം മുമ്പൊരിക്കൽ ഒരു മാസം മുമ്പ് റഷ്യൻ പ്രസിഡന്റ് അവരുടെ ആണവ നയം മാറ്റി. ഞങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ ഞങ്ങൾ തിരിച്ചാണവായുധം പ്രയോഗിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. ഇപ്പോൾ അതല്ല, ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഏതെങ്കിലും രാജ്യത്തിനെ ആണവശേഷിയുള്ള മറ്റൊരു രാജ്യം സഹായിച്ചാൽ അത് ആണവ യുദ്ധമായി കണക്കാക്കി ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് പുടിൻ്റെ പുതിയ പോളിസി. അതായത് അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നു. ഉക്രൈൻ അണവായുധമില്ല, പക്ഷെ ആണവശേഷിയുള്ള ഒരു രാജ്യം അമേരിക്കയാണ്. ആണവശേഷിയുള്ള രാജ്യം അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നു. അതോടുകൂടി ഞങ്ങൾക്ക് ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പുതിയ റഷ്യയുടെ ആണവ നയം. അപ്പോൾ ഇതനുസരിച്ച് ഈ പറഞ്ഞ പോലെ കുർസക് എന്നുള്ള പ്രദേശം ഇവർ പിടിച്ചെടുത്തിട്ട് 1000 കിലോമീറ്ററോ മറ്റോ ആണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉക്രൈൻ പിടിച്ചെടുത്ത്. ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ റഷ്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം റഷ്യൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വന്നാൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നെഗോഷിയേഷൻ നടക്കരുത്, വെല്ലവെച്ചരുത്. കാരണം ഉക്രൈൻ്റെ കുറേ ക്രിമിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ പണ്ടേ റഷ്യ പിടിച്ചെടുത്തതാണ്. അതൊക്കെ വിട്ടു തന്നാൽ കുർസക്ക് വിട്ടുതരാം എന്ന് സെലൻസ്കി പറയരുത്. അതിനു മുമ്പ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ബൈഡൻ ഒരു സാമാന്യ മര്യാദ ലംഘിച്ച് പൂർണ്ണ പ്രസിഡന്റിൻ്റെ അധികാരമൊക്കെ ഉണ്ടെങ്കിൽ പോലും അടുത്ത പ്രസിഡന്റിൻ്റെ നയം നോക്കിയിരിക്കുന്നതിന് മുമ്പ് ഈ ഒരു നിലപാടെടുത്ത്. അത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സാഹചര്യം ഉണ്ടാവുമെന്ന് മാത്രമല്ല, റഷ്യ മാത്രമല്ല, അത് ശരിക്കും ഒരു കുത്താണ്, ട്രംപിനുള്ള കുത്താണ്. ട്രംപും പുത്തിനുമായിട്ട് നല്ല ബന്ധമുണ്ട്. മാത്രമല്ല ഉക്രൈനെ ഇനി സഹായിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്ന ആളാണ് ട്രംപ്. ഇതേപോലെയാണ് നാറ്റോയിൽ നിൽക്കുന്നു. നാറ്റോയിൽ തുർക്കിയുണ്ട്. തുർക്കിയേക്ക് ഒരാവശ്യം വന്നാൽ, തുർക്കിയായിട്ട് ആരെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ തുർക്കിയെ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക സഹായിക്കണം. പക്ഷേ ഇപ്പോൾ അമേരിക്ക പറയുന്നു ഞങ്ങളുടെ പൗരന്മാരെ ബന്ദികളായി വെച്ചിരിക്കുന്ന, കൊന്ന ഞങ്ങളുടെ സഖ്യകക്ഷികളെ ഉപദ്രവിക്കുന്ന ഹമാസിന് നിങ്ങൾ ആരും അഭയം കൊടുക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഖത്തർ അനുസരിച്ചു അതെടുത്ത് തുർക്കി വെക്കുമ്പോൾ ട്രംപിന് തുർക്കിയോടുള്ള നയം എന്തായിരിക്കും? ശത്രുതാ മനോഭാവം ഉണ്ടാവും. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ നാറ്റോ സഖ്യം എന്ന് പറയുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. കാരണം എന്തുകൊണ്ടാണ് സെലൻസ്കിയെ ഉക്രൈനെ പെട്ടെന്ന് റഷ്യ ആക്രമിച്ചത്? നാറ്റോ സഖ്യത്തിൽ മെമ്പർഷിപ്പിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തപ്പോഴാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. ഇവിടെ നാറ്റോയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിട്ടും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കും എന്നാണ് ആര് പറയുന്നത്? എർദോഗൻ പറയുന്നത്. പറഞ്ഞിട്ടില്ല, പക്ഷെ കാണിച്ചു കൊടുത്തു. അമേരിക്ക പറഞ്ഞിട്ട് ഖത്തർ പുറത്താക്കിയപ്പോൾ ഇവർ പിടിച്ചവിടെ ഇരുത്തുന്നു. അപ്പോൾ അതോടെ സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ, മാത്രമല്ല ഞങ്ങളെയും ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളെയും ആക്രമിക്കുന്ന ഭീകര സംഘടനയാണ് ഹമാസ്. അതുകൊണ്ട് അവരെ ഞങ്ങളുടെ ഒരു സൗഹൃദ രാജ്യവും തുണയ്ക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെയും ഞങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളെയും ആക്രമിക്കുന്നു എന്ന് അമേരിക്ക പറഞ്ഞ ആരെ കുറിച്ചാണ്? ഇസ്രായേലിനെ കുറിച്ചാണ് അല്ലേ? അതെ. ഹമാസ് ആക്രമിക്കുന്ന ഇസ്രായേലിനെയാണ്, അത് ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്. അങ്ങനെ ആക്രമിക്കുന്ന ആളുകളെ മറ്റാരും സഹായിക്കാൻ പാടില്ല. അപ്പോൾ എർദോഗാൻ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ എർദോഗാനെ സംബന്ധിച്ച് എർദോഗാൻ ഒരു ഞാണിന്മേൽ കളി കളിക്കുകയാണ്. അല്ല, എർദോഗനെ കഴിഞ്ഞ ദിവസം വേറൊരു പ്രസ്ഥാനമുണ്ട്, ഞങ്ങൾ ഈ ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിരുന്നു, ഇനി നയതന്ത്ര ബന്ധവും വിച്ഛേദിക്കുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേലും ഞങ്ങളും തമ്മിലുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നു. അതും ഇതും എല്ലാം കൂടെ കൂട്ടി വായിക്കണം. അതായത് ഇപ്പോൾ ഇറാൻ ഏതാണ്ടോ ക്ഷീണിച്ചു. ഇറാൻ അനാവശ്യമായി ഈ യുദ്ധത്തിൽ ഇടപെട്ട് ആഗോള ഇസ്ലാമിക ലോകത്തിൻ്റെ വക്താവാകാൻ ശ്രമിക്കുകയായിരുന്നു ഇറാൻ. കാരണം ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു അമേരിക്ക ഒന്നും അല്ലല്ലോ, സൗദി അറേബ്യ.
സൗദി അറേബ്യ ലോക മുസ്ലിമിൻ്റെ നേതാവായി നിൽക്കുന്നതിലുള്ള അസഹിഷ്ണുതയാണ് ഇറാനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നത്. അത് സൗദി അറേബ്യയോടുള്ള അസഹിഷ്ണുത എന്ന് പറയുന്നത് സുന്നികളോടുള്ള വെറുപ്പാണ്. സുന്നികളോട് വെറുപ്പാണ്. ഷിയ ആണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഇറാൻ പറഞ്ഞു നിലപാടെടുക്കുന്നവരാണ് ഇറാനും ഖമനയും ഒക്കെ. പക്ഷേ അതിനകത്ത് ഈ യുദ്ധത്തിൽ ഇടപെട്ട് എന്ത് പറ്റി? ഇറാൻ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ഇറാൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തന്നെ പറഞ്ഞു, ഒക്ടോബർ 26 തന്നെ നമ്മൾ പറഞ്ഞു, എന്താണ് ഇയാൾ യുദ്ധത്തിന് ശേഷം ഇയാളെ കാണാനില്ല, ഖമനയെ കാണാനില്ല, മരിച്ചു എന്ന് കേൾക്കുന്നു, പുതിയ ആൾ വരുമെന്നൊക്കെ പറയുന്ന പല വാർത്തകളും വന്നു. നമ്മൾ ചില വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ എന്തുകൊണ്ടാണ് എർദോഗാൻ ഇറാൻ്റെ ഷൂവിലേക്ക് കയറുകയാണ്? ഇറാൻ ക്ഷീണിച്ചു, ഇനിയിപ്പോൾ ഞങ്ങളാണ് ആഗോള ഇസ്ലാമിൻ്റെ സംരക്ഷകർ, ഹമാസിനെ സ്വീകരിക്കുക വഴി എർദോഗാൻ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ മത്സരം ഇനി ആര് തമ്മിലാണ്? ആഗോള ഇസ്ലാമിൻ്റെ വക്താവായിട്ട് ഈ തുർക്കി ഇനി മത്സരിക്കാൻ പോകുന്നത് സൗദി അറേബ്യയാണ്. അപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരികയാണ്. വളരെ പെട്ടെന്ന് ഖത്തർ, ഈ അമേരിക്ക പോലും വളരെ പെട്ടെന്ന് ഒഴിവാക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ്റെ പാർട്ടി തോറ്റതുകൊണ്ടാണ്, അല്ലേ? ട്രംപ് വരുന്നതുകൊണ്ടാണ്. നവംബർ 8 തീയതി പറഞ്ഞു ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഉടനെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഖത്തർ നടപ്പാക്കി. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഖത്തർ നടപ്പാക്കി, അവരെ പുറത്താക്കി. അവർ പറന്ന് തുർക്കിയിൽ എത്തുകയും ചെയ്തു. പക്ഷെ ഖത്തർ പുറത്താക്കിയ ഉടനെ എന്തുകൊണ്ട് തുർക്കി കൈനീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ ഉത്തരം ഇസ്ലാമിക ലോകത്തിൻ്റെ അധിപതിയാവും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് പുതിയ ചില യുദ്ധമുഖങ്ങൾ തുറക്കുകയായിരിക്കും. ഒരുപക്ഷെ നോക്കൂ, തുർക്കിയിലിരിക്കുകയാണ്. തുർക്കിയിൽ അൻകാറയിൽ ഈ പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരെ ഇവർ സംരക്ഷിച്ചു വെക്കുന്നു. വീണ്ടും ഹമാസിൻ്റെ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ തുർക്കി പോയി മൊസാദിൻ്റെ ആളുകൾ ഇവരെ ചിലപ്പോൾ കൊന്നു വരാം. അതെ. അപ്പോൾ തുർക്കിയും ഇസ്രായേലും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് വരും. അപ്പം മൊത്തത്തിൽ ആഗോള ബലാബലങ്ങളിൽ, രാഷ്ട്രീയ ബന്ധങ്ങളിൽ വലിയ മാറ്റം വരുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തുർക്കി എടുത്തിരിക്കുന്ന നിലപാട്. അത് സൗദി അറേബ്യയായിട്ട് അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണ്. അമേരിക്കയും സൗദിയും തമ്മിലുള്ള നല്ല ബന്ധത്തിൻ്റെ പേരിലാണ് ഇറാൻ പറയുന്നത്, ഖമനയി പറയുന്നത് സൗദിയെ നയിക്കുന്നത് ഖുറാനൊന്നുമല്ല, അമേരിക്കൻ വിധേയത്വമാണ് എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ നാറ്റോയിൽ അംഗത്വമുള്ള എർദോഗാൻ ഇവരെ സ്വീകരിക്കുമ്പോൾ ഇറാൻ എന്ത് പറയും? നാറ്റോയിൽ സൗദിയില്ല. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് നാറ്റോയിലുള്ളത്. ആ നാറ്റോയിൽ തുർക്കിയുണ്ട്. ഇപ്പോൾ ഹമാസിൻ്റെ ആളുകൾ തുർക്കി പോയിരിക്കുക. അത് അമേരിക്കയുടെ സംരക്ഷണ വലയത്തിലുള്ള തുർക്കി. അപ്പോൾ ഇറാൻ ഇനി എന്ത് പറയും എർദോഗാനെ കുറിച്ച്? അപ്പോൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടാവുകയാണ്. ലോകക്രമത്തിൽ വലിയ മാറ്റം വരികയാണ്. തുർക്കിക്ക് ഒരു പക്ഷേ ട്രംപ് വന്നാൽ വീണ്ടും ഹമാസിനെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ നാറ്റോയിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നേക്കാം. നാറ്റോയിൽ നിന്ന് തുർക്കി പുറത്തു പോകേണ്ടി വന്നാൽ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഇരയാവുന്ന മറ്റൊരു രാജ്യമായിട്ട് തുർക്കി മാറും. തുർക്കി പക്ഷേ ഇറാനെ പോലെയല്ല, ഇറാനേക്കാളും കുറച്ചുകൂടെ ഒരു ശക്തിയുള്ള രാജ്യമാണ്. അപ്പോൾ ലോകത്ത് അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും നാളുകൾ ഒരുപക്ഷെ വീണ്ടും വന്നേക്കാം എന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം തുർക്കിയുടെ ആത്മഹത്യാപരമായ ഈ തീരുമാനത്തെ കാണാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.